പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, ഈ നവംബർ മാസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് വേറെ പിരിഞ്ഞു പോകാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ കരുണയിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, പാവപ്പെട്ട മക്കളായി ഞങ്ങളെ അവിടെ നിന്ന് അനുവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആര് നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണമെന്നുള്ള അങ്ങയുടെ രക്ഷാകര പദ്ധതിക്ക് അനുസരിച്ചാണല്ലോ അങ്ങ് ഞങ്ങളെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ യോഗ്യരായി കണ്ടതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി, അങ്ങയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കൂടുതൽ തീഷ്ണതയോടെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, സഹനങ്ങൾ ഏറ്റെടുത്ത്, മരിച്ചുപോയവർക്ക് വേണ്ടി അങ്ങയുടെ ബലിയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണം. ഞങ്ങളുടെ കുറവുകളെ, പോരായ്മകളെ നീക്കിക്കളയണം. ശുദ്ധരോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്, സ്വർഗീയരോട് ചേർന്ന് ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ തന്നെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഗാനത്തോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം മക്കളെ. യേശുവിൻ തിരുനീണമേ, ലഹരി പിടിപ്പിക്കണമേ. എന്നെ ലഹരിയിലാഴ്ത്തണമേ. കർത്താവേ, യേശുവിൻ ഹൃദയജലമേ, എന്നെ നിത്യം കഴുകണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണവിനാഴികയിൽ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നായി നിന്നെ സതതം വാഴ്ത്തിടുവാൻ. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, സ്വർഗോന്മുഖരാക്കി മാറ്റണമേ. സ്വർഗത്തിന്റെ ശക്തി നിറയട്ടെ, സ്വർഗത്തിന്റെ സ്നേഹം നിറയട്ടെ, സ്വർഗത്തിന്റെ സമാധാനം നിറയട്ടെ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എല്ലാ മക്കളെയും ബലപ്പെടുത്തണമേ, എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെ ലഹരി പിടിപ്പിക്കണമേ. ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന തിരുവിലാവില ദിവ്യ ജലമേ, ഞങ്ങളെ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ. സ്വർഗത്തിന്റെ ചൈതന്യത്താൽ നിറയ്ക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, മാലാഖമാരെ, പരിശുദ്ധ അമ്മയോടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. സ്വർഗത്തിന് വലിയ സന്തോഷവും സമാധാനവും സാന്നിധ്യവും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി, അവരുടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി സ്വർഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ,
സമുദ്രധാരമേ, ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സകല വ്യാപാരങ്ങളെയും ഒത്തിരി അനുഗ്രഹിക്കും. കാരണം ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് പ്രത്യുത്തരമാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഈ വിമോചനത്തിൻ്റെ ശുശ്രൂഷയും. അത് കർത്താവ് വിലമതിക്കുന്നു. അതിനനുസരിച്ച് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സ്നേഹത്തോടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിലായിരിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുക്കമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെ മരണം. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും നല്ല മരണം. എന്താണ് നല്ല മരണം? നല്ല പോലെ ഒരുങ്ങി സ്വർഗത്തിൻ്റെ ചൈതന്യത്തിൽ മരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരനുഗ്രഹം ഈ ലോകത്തിൽ മനുഷ്യന് കിട്ടാനില്ല. ഇവിടെ എത്ര കോടികൾ കിട്ടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര ജോലി കിട്ടിയാലും, ഏത് വിദേശത്ത് പോയാലും, ഏത് സൗഭാഗ്യങ്ങൾ ഈ ലോകത്തിൽ കിട്ടിയാലും നല്ല മരണം കിട്ടിയില്ലെങ്കിലോ? ഓർത്ത് നോക്കി. ഈ മരണം നമ്മുടെ ഭാവി ജീവിതം, നിത്യജീവിതം നിർണയിക്കുക. സ്വർഗം അല്ലെങ്കിൽ നരകം, നിത്യജീവിതം, നിത്യമായ സ്വർഗ സൗഭാഗ്യം അല്ലെങ്കിൽ നിത്യമായ നരകം, അത് നമ്മുടെ മരണത്തിലാണ് നിർണയിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല മരണം. ഒരുങ്ങി പ്രാർത്ഥിച്ച്, എന്താ പറയുക, സാധാരണ പറയില്ലേ, നല്ല പോലെ കുമ്പസാരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, രോഗീലേപനം സ്വീകരിച്ച്, നല്ല ചൈതന്യത്തിൽ സ്വർഗത്തിലേക്ക് ഉള്ള യാത്രയിൽ മരിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഭാഗ്യമാണ്. അത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അനേക മക്കള് പെട്ടെന്ന് മരിച്ചു പോയവരുണ്ട്. നമ്മൾ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ കൊറോണ നമ്മെ ഒത്തിരിയേറെ സ്വാധീനിച്ച് അനേക മക്കള് രോഗബാധിതരായി പെട്ടെന്ന് ആശുപത്രിയിൽ, ICUയിൽ, വെന്റിലേറ്ററിൽ ഒരു അന്ത്യകൂദാശ പോലും ലഭിക്കാനോ അതുമല്ലെങ്കിൽ നല്ല ഒരു ശവസംസ്കാര കർമ്മം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ മരിച്ചു പോയ ഒത്തിരിയേറെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട്, ഹാർട്ട് അറസ്റ്റ്, പെട്ടെന്ന് ജോലിക്കിടെ കുഴഞ്ഞു വീണു, യാത്രക്കിടെ കുഴഞ്ഞു വീണു, അപകടത്തിൽപ്പെട്ട് തൽക്ഷണം മരിച്ചു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ മരിച്ചു പോയ അനേകം പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുക, 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് മരത്തിൽ നിന്ന് വീണ് ICUയിലേക്കാക്കി. അപ്പച്ചൻ്റെ ബോധം കുറച്ച് കഴിയുമ്പം നഷ്ടപ്പെട്ടു. സ്കാനിങ് കഴിഞ്ഞു. സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അപ്പച്ചൻ ഈ ലോകത്തുണ്ടാവത്തെ. അതുപോലെ എക്സ്ട്രീമായിട്ട് ഒത്തിരി മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സൊക്കെയാണ്. വീണ്ടും അപ്പച്ചന് ബോധം വന്നു, സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് കുമ്പസാരിക്കാനായിട്ട് ശരിക്കും അവസരം കിട്ടിയില്ല. എങ്കിലും വേണ്ട രീതിയിൽ അനുദപിച്ച് അന്ത്യകൂദാശ സ്വീകരിച്ചാൽ മരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്ത പ്രവൃത്തിയുണ്ട്. അപ്പൻ്റെ മകനെന്ന നിലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കറിയാവുന്ന പല മേഖലകളുണ്ട്. അതിനൊക്കെ വേണ്ടി തമ്പുരാനോട് മാപ്പ് ചോദിച്ച്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്,
നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിനെ ചേർത്ത് സമർപ്പിച്ച് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ അന്നാമ്മയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ട് ഒരു നല്ല മരണത്തിന് വേണ്ടി അപ്പനെ ഒരുക്കുകയാണ്. അങ്ങനെ ശാന്തമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് അപ്പൻ ഒരു മരണത്തിലേക്ക് പ്രവേശിക്കണം. നമുക്കറിയാം, മരണം ഒരു അവസാനമല്ല, മരണം ഒരു ഉറക്കമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 127 സങ്കീർത്തനത്തിൻ്റെ 2-ാം വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, ഒരുക്കമില്ലാതെ മരിച്ച അവസ്ഥയിൽ അവരുടെ ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അതിനെയോർത്ത് മാപ്പ് ചോദിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായിട്ട് കർത്താവിൻ്റെ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അനുഭവത്തിൽ അന്ന് മുതൽ ഇന്ന് അർപ്പിച്ച ബലി വരെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എനിക്കറിയാം, നല്ല ഒരുക്കത്തോടെയല്ല, അപ്പൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, അപ്പ ഒരുങ്ങണട്ടോ, കുമ്പസാരിക്കണട്ടോ, എപ്പോഴും റെഡിയായിരിക്കണം. അപ്പം പറയാറുണ്ട് റെഡിയാണെന്നൊക്കെ. എന്തുമാകട്ടെ, ഏതെങ്കിലും ഒരുക്കമില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ കരുണയുടെ ബലിയിലേക്ക് സമർപ്പിച്ച് വലിയ ദാഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നിന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ പ്രത്യേകം ഒന്ന് ഓർക്കുക. പെട്ടെന്ന് മരിച്ചു പോയവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുക. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പാപങ്ങളോ അകൃത്യങ്ങളോ പോരായ്മകളൊക്കെ നമുക്കറിയാലോ, അല്ലെങ്കിൽ കേട്ടറിവുണ്ടല്ലോ. അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അനേക മക്കൾ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ അനേക മക്കൾ പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ വർഷം ഈ നവംബർ മാസത്തിൽ ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കാൻ കർത്താവ് കനിഞ്ഞിട്ട ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ഞാനും നീയുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ദാനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുങ്ങാൻ പറ്റാതെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അന്ത്യകൂദാശ ലഭിക്കാതെ മരിച്ചു പോയ അനേക മക്കളുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് അനേക മക്കൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, പരിചയത്തിൽ നിന്ന് മരിച്ചു പോയവർ, അവരെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് പ്രത്യേകമാം വിധത്തിൽ നമുക്ക് ഓർക്കാം. അവരുടെ പാപങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിച്ച് ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ, സഹനങ്ങൾ, പ്രാശ്ചിത്ത പ്രവൃത്തികൾ നമുക്ക് ഏറ്റെടുക്കാം. അത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാശ്ചിത്ത പ്രവൃത്തികൾ, പരിഹാര പ്രവൃത്തികൾ, ത്യാഗപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ ഒക്കെ നമുക്ക് നിറവേറ്റാം. അങ്ങനെ ഇങ്ങനെ മരിച്ചു പോയ എല്ലാ ആത്മാക്കളെയും സ്നേഹത്തോടെ കണ്ട് ആ ഒരു ലോകം നമ്മളിൽ നിന്ന് കാണണം. ഒരുങ്ങാത്ത അവസ്ഥയിൽ പെട്ടെന്ന് മരിച്ചു പോയ അനേക മക്കൾ. കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു പയ്യൻ വിദേശത്ത്, അവൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയാ, 3 മാസം മുമ്പ് ഭർത്താവ് ഒരു കുഴപ്പമില്ലാണ്ട് ജോലിക്ക് പോയതാ. അവിടെ ചെന്നു, ജോലിക്കിടയിൽ കുഴഞ്ഞു വീണു. ആ കുഴഞ്ഞു വീടിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് ആനയിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ മരിച്ചു പോയ അനേകരെ നമുക്കറിയായിരിക്കും. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, എപ്പോഴും പ്രിയപ്പെട്ട മക്കളെ ഒരു നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നമുക്കൊരു അനുഭവം തരുക, ഒരു പാഠം തരുക. മരണം നമ്മുടെ നിത്യജീവിതത്തെ നിർണയിക്കും, നിശ്ചയിക്കും. അതുകൊണ്ട് നല്ല മരണം നമുക്ക് വരിക്കാൻ സാധിക്കണം. എപ്പോൾ വേണേലും മരിക്കാം. യേശു പറഞ്ഞില്ലേ, കള്ളനെ പോലെ രാത്രിയുടെ ഏത് യാമത്തിൽ വേണമെങ്കിലും മരണം കടന്നു വരാം. ഇങ്ങനെ മരിച്ചു പോയവർ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. അതുകൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കണം. എന്താണ്? മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ള മക്കളായിട്ട് ജീവിക്കണം. എപ്പോഴും അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കണം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മെ ഈ ഒരു മേഖലയിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ജീവിക്കാൻ
ഭാഗ്യം ലഭിച്ചിരിക്കുന്ന നമ്മൾ ഇങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വലിയ നിയോഗത്തോടെ, ഈ ഒരു വലിയ പ്രാർത്ഥനയോടെ, വിശാലമായ ആത്മാക്കളുടെ ഈ ലോകം, ഏതാണ് ആ ലോകം? പെട്ടെന്ന് ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ മരിച്ചു പോയ എല്ലാ ആത്മാക്കളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അപരിമേയമായ യോഗ്യത എൻ്റെ ഈശോയെ ഇങ്ങനെ മരിച്ചു പോയ എല്ലാ ആത്മാക്കളിലേക്ക് നിറച്ചുകൊണ്ട് അവരോട് കരുണയായിരിക്കണമേ. അവരുടെ പാപങ്ങൾക്ക് അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ പരിഹാര ബലിയുടെ ശക്തി നിറച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗപ്രാപ്തിയിലേക്ക് അവരെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഈ ആരാധനയെ പ്രാർത്ഥിക്കാം. ഒപ്പം നല്ല മരണത്തിന് വേണ്ട അഭിഷേകത്തിന് വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രിക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ആരാധന, ആരാധന, ഓ സ്വർഗീയ പിതാവേ, ഓ ത്രിയേക ദൈവമേ, ആരാധന ദൈവത്തോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന് ദൈവമക്കളായി ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യനാഥ,
ഈ നവംബർ മാസത്തിലെ ഈ പുണ്യദിനങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിനു വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുവാനും സ്വർഗത്തിൽ എത്തിച്ചേരുവാനും വേണ്ട വലിയൊരു ദാഹവും അഭിനിവേശവും ആഗ്രഹവും നൽകി ഞങ്ങളെയും അവിടുന്ന് ഈ ദിവസങ്ങളിൽ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഇന്ന് പ്രത്യേകം ആ വിധത്തിൽ ഒരുക്കമില്ലാത്ത അവസ്ഥയിലും പെട്ടെന്ന് മരിച്ചു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുക. ദിവ്യകാരുണ്യനാഥ, ഇങ്ങനെ മരിച്ചു പോയ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഈ സമയം ജീവനോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ടെങ്കിൽ കർത്താവേ, അത് അങ്ങയുടെ വലിയ കൃപയാണ്, കാരുണ്യമാണ്. പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകം പേര് മരിച്ചുപോയി. കർത്താവേ, ഒത്തിരിയേറെ മക്കള് മരിച്ചു വീഴുന്ന ഈ കാലഘട്ടത്തിൽ ഈ മഹാമാരി അതിജീവിച്ചും കർത്താവേ, ജീവനോടെ ഇരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്വമാണ് കർത്താവേ. പെട്ടെന്ന് ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ ഈ മഹാമാരിയിൽപ്പെട്ടും അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടും പെട്ടെന്ന് രോഗാവസ്ഥയിലും ഹൃദയസ്തംഭനത്തിലും കുഴഞ്ഞു വീണുമൊക്കെ മരിച്ചു പോയ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ബന്ധത്തിൽ നിന്നോ നമ്മുടെ അറിവിൽ നിന്നോ അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, ഈ കാലഘട്ടത്തിൽ അനേക മക്കള് ഈ മഹാമാരിക്ക് അടിമപ്പെട്ട് പെട്ടെന്ന് ഈ രോഗാവസ്ഥയിൽ മരിച്ചുപോയി. വെന്റിലേറ്ററിൽ കിടന്ന് ഒന്ന് കുമ്പസാരിക്കാനോ ഒരു നല്ല പോലെ ഒരുങ്ങി അന്ത്യകൂദാശ സ്വീകരിക്കാനോ ഇനി മരിച്ചതിന് ശേഷം നല്ല ഒരു പ്രാർത്ഥനാ നിർഭരമായ ശവസംസ്കാര ശുശ്രൂഷ കിട്ടാതെ പോലും അനേക മക്കള് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഈശോയെ, അങ്ങയുടെ കരുണയിലേക്ക് ഇങ്ങനെയുള്ള എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മരത്തിൽ നിന്ന് വീണ് അതല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവര്, അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മരിച്ചുപോയ എല്ലാ മക്കളെയും അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അറിഞ്ഞും അറിയാതെയും ഉപേക്ഷയാലും വന്നുപോയ ആ പ്രിയപ്പെട്ടവരുടെ വീഴ്ചകള്, പാപങ്ങള്, അകൃത്യങ്ങള് അങ്ങ് ഏറ്റെടുക്കണമേ. സ്വർഗ സൗഭാഗ്യത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മരിച്ചുപോയവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപങ്ങള്, എല്ലാ അകൃത്യങ്ങള്, എല്ലാ പാപമാലിന്യങ്ങള് ഈശോയെ കഴുകി വെടിപ്പാക്കണമേ. അവരെ വിശുദ്ധീകരിക്കണമേ. സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി ഈ അങ്ങ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുക്കമില്ലാതെയും മഹാമാരിയിലും അപകടത്തിലും കുഴഞ്ഞു വീണുമൊക്കെ മരിച്ചുപോയ, പെട്ടെന്ന് മരിച്ചുപോയ ഈശോയെ, എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ മരിച്ചുപോയ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് നീ അതിനെ ഓർത്ത് വേദനിച്ചിരിക്കല്. ഒന്ന് ഒത്തിരിയേറെ കുടുംബങ്ങള്, അനേക മക്കള് ഇങ്ങനെ മരിച്ചു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് മനസ്സിലാക്കുക. അവരുടെ പോരായ്മകള്, അവരുടെ ഒരുക്കക്കുറവ്, അവരുടെ പെട്ടെന്നുള്ള മരണം അനുദപിക്കാൻ പറ്റാതെ, വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റാതെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ മരിച്ചു പോയെങ്കിൽ അവർക്ക് വേണ്ടി ജീവനോടെ ഇരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ കർത്താവിത നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, അനുവദിച്ചിരിക്കുകയാണ്. ഇന്നേ ദിനം അതിനുവേണ്ടി ഈശോ ആ മക്കൾക്ക് വേണ്ടി നമ്മെ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുക്കമില്ലാതെ അപ്രതീക്ഷിതമായ സമയത്ത് പെട്ടെന്ന് ഈ ലോകം വിട്ടുപോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും
ഈ മഹാമാരിയിൽ ഈ അവസ്ഥയിൽ മരിച്ചുപോയ എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയിലേക്ക്, നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ആഴ്ത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണ ചൊരിഞ്ഞിടണേ പിതാവേ, കരുണ ചൊരിഞ്ഞിടണേ. പ്രാർത്ഥിച്ചേ മക്കളെ. കരുണ ചൊരിഞ്ഞിടണേ പിതാവേ, കരുണ ചൊരിഞ്ഞിടണേ. കരുണ ചൊരിഞ്ഞിടണേ പിതാവേ, കരുണ ചൊരിഞ്ഞിടണേ. നിൻ സുതരിവരിൽ ദൈവപിതാവേ, കനിവുണ്ടാകണമേ. അങ്ങയുടെ മക്കളല്ലേ കർത്താവേ. നിൻ സുതരിവരിൽ ദൈവപിതാവേ, കരുണ കനിവുണ്ടാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. കരുണ ചൊരിഞ്ഞിടണേ പിതാവേ, കരുണ ചൊരിഞ്ഞിടണേ. കരുണ ചൊരിഞ്ഞിടണേ പിതാവേ, കരുണ ചൊരിഞ്ഞിടണേ. നല്ല കർത്താവേ, അവരുടെ ഒരുക്കക്കുറവും അവരുടെ പെട്ടെന്നുള്ള മരണവും ഈശോയെ അവിടുന്ന് തന്നെ പരിഹരിക്കണമേ. മക്കളോടെല്ലാവരോടും അങ്ങ് കരുണയായിരിക്കണമേ കർത്താവെ. ഞങ്ങൾ അവർക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ത്യാഗപ്രവൃത്തികളും ഞങ്ങളുടെ പ്രാശ്ചിത്തങ്ങളും ഞങ്ങളുടെ എല്ലാ പരിഹാര പ്രവൃത്തികളും ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും എല്ലാം ചേർത്ത് വെച്ച് ഇതുപോലെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമാനമായി മരിച്ചുപോയ എല്ലാ മക്കൾക്കും വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തം പാപങ്ങളെ കഴുകി വെടിപ്പാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, പവിത്രീകരിക്കുന്ന അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അങ്ങ് ഒഴുക്കണമേ. അവിടെ ആത്മാക്കളെ അങ്ങേ തിരുരക്തത്താല് ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ. സ്വർഗ സൗഭാഗ്യത്തിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്ന അയോഗ്യതകള്, ഒരുക്കമില്ലായ്മകള്, കുറവുകള് ഈശോയെ പരിഹരിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ കരുണ യാചിക്കുന്നു. അവർക്ക് വേണ്ടി അങ്ങയുടെ ബലിയുടെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ രക്തത്താല് ഒരുക്കമില്ലാതെ പെട്ടെന്ന് മരിച്ചുപോയ എല്ലാ മക്കളെയും ഇപ്പോൾ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിച്ച് ആത്മാക്കളെ നിർമ്മലമാക്കി സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ കർത്താവേ. ഈശോയേ, നിൻ തിരുരക്തം ഈ മക്കളെ കഴുകി ദാസരാമവരിൽ ഒഴുകിടട്ടെ കർത്താവേ. ഈശോയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ തിരുരക്തം ഒഴുകട്ടെ. ദാസരാമവരിൽ ഒഴുകിടട്ടെ. ആത്മാക്കളെ കഴുകണമേ. പാപകടങ്ങൾ ഈശോയേ, മായ്ക്കേണമേ. എന്റെ യേശുവേ, സ്വർഗ സൗഭാഗ്യം നൽകണമേ. പ്രാർത്ഥിക്കുന്നു. പാപകടങ്ങൾ മായ്ക്കേണമേ. സ്വർഗ സൗഭാഗ്യം നൽകണമേ. ഈശോയേ, നിൻ തിരുരക്തം ദാസരാമവരിൽ ഒഴുകണമേ. ഈശോയേ, നിൻ തിരുരക്തം ദാസ
ഇതുപോലെ മരിച്ചുപോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സുരക്ഷിതമായ തിരുഹൃദയത്തിൽ സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വേദന, നൊമ്പരം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് ഈശോയെ. ആ വേദനയും നൊമ്പരങ്ങളും അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈശോയെ. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈശോയെ, എപ്പോഴും നല്ല മരണത്തിന് ഒരുക്കമുള്ള മക്കളായി ജീവിക്കാൻ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരുണയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു നല്ല മരണം ഞങ്ങൾക്ക് തരണം. ഇതുപോലെ മരിച്ചുപോയ മക്കൾക്ക് ശുദ്ധീകരണത്തിലൂടെ അങ്ങയുടെ സ്വർഗ സൗഭാഗ്യം നൽകി ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണം. വലിയ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട മക്കളെ ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇതുപോലെ മരിച്ചുപോയ എല്ലാ മക്കൾക്കും വേണ്ടി കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോ ഗെത്സേമനയിൽ രക്തം വിയർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന അതിദാരുണമായ പീഡാസഹനങ്ങൾ നമുക്ക് ഓർക്കാം. പടയാളികൾ മാറി മാറി ഈശോയെ അതിക്രൂരമായിട്ടടിക്കുമ്പോൾ ഈശോയേറ്റ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത ശുദ്ധികനാത്മാക്കളുടെ മേല് കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയേറ്റ പീഡനങ്ങള് മുറിവുകള് എത്രയോ വലുത്. ആ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോ പലവട്ടം വീണ് എഴുന്നേറ്റ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കായി മരിക്കാനായിട്ട് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഗാഗുൽത്തായിലെത്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ, രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന
നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കുന്ന ഈശോയുടെ കാരുണ്യം, ആ വലിയ കരുണയിലേക്ക് എല്ലാ ശുദ്ധികൻ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു.
ഞങ്ങളെല്ലാവരും രക്ഷപ്പെടണം. ഞങ്ങളാരും നശിച്ചു പോകാൻ പാടില്ല. അതായിരുന്നല്ലോ ഈശോയെ അങ്ങയുടെ തിരുഹിതം. വലിയ സ്നേഹത്തോടെ നന്ദിയോടെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നശിക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ മരിച്ചു. അങ്ങേ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു, ജീവൻ നൽകി, വീണ്ടെടുത്തു, രക്ഷിച്ചു. ആ വലിയ രക്ഷ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും ഇപ്പോൾ നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വീടിനെയും മണ്ണിനെയും ലോകം മുഴുവനെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, കരുണാമയനേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ